സൈക്കിൾ ഓടിക്കാൻ പോലും അറിയാത്ത ഒരു റിപ്പോർട്ടർ ബുള്ളറ്റിൽ സഞ്ചരിച്ച് വോട്ട് ചോദിക്കുന്ന സ്ഥാനാർത്ഥിയെ കണ്ടാൽ എന്താവും സ്ഥിതി? കോഴിക്കോട് ഒളവണ്ണയിൽ വെച്ച് ഞങ്ങളുടെ റിപ്പോർട്ടർ കെ മധു ചെന്ന് ചാടിയത് വികസന സ്വപ്നങ്ങളുമായി മത്സരിക്കുന്ന ഷാരുദിയുടെ മുന്നിലാണ്. LLB അവസാന വർഷ വിദ്യാർത്ഥിനിയാണ് ഷാരുദി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ ആയിട്ട് ഒരു സ്ഥാനാർത്ഥി തേടി ഇറങ്ങിയതാ. ഇവിടെ നിൽക്കാനാണ് പറഞ്ഞത്. സ്ഥാനാർത്ഥി തിരക്കിലാണ്, വരുന്നുണ്ടോന്ന് നോക്കി വെയിറ്റ് ചെയ്തിട്ട്. ഇരിങ്ങല്ലൂർ വാർഡിലെ സ്ഥാനാർത്ഥിയാണോ ഷാരുദി? വോട്ട് അന്വേഷിച്ചുള്ള ബഹളത്തിലായിരുന്നു. ആൾക്കാരൊക്കെ കണ്ടുപിടിക്കും. കണ്ടു തുടങ്ങി. നമുക്ക് എവിടെയെങ്കിലും പോയി വോട്ട് ചോദിച്ചാലോ? വോട്ട് ചോദിച്ചു പോവാണ്. അതിനിടയിൽ ബ്രാഞ്ച് സെക്രട്ടറിയെ കാണുന്നു. ഒരു മിനിറ്റ് നിൽക്കാം. എന്താണ് ഷാരുദി സ്ഥാനാർത്ഥിയൊക്കെ കാരണം? ഷാരുദി ഈ നാടിൻ്റെ പുത്രിയാണ്. ഈ വാർഡിൻ്റെ മാത്രമല്ല, നമ്മൾ ഒളവണ്ണ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിനെ കിട്ടിയത് വളരെ അഭിമാനത്തോടുകൂടി CPM കാണുന്നുണ്ട്. കോവിഡ് കാലത്ത് എന്തൊക്കെയോ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ശരിയാണോ? കോവിഡ് കാലത്ത് അവിടെ ഏറ്റവും നമ്മുടെ നാടിന് നില നമ്മളെ ഈ പ്രദേശത്ത് മാത്രമല്ല, അവരെ ഈ കേരളത്തിന് തന്നെ മാതൃക ആയിക്കൊണ്ട് ഒരു റേഷൻ ഷോപ്പ് ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി എല്ലാവിധ കഴിവും ആ കുട്ടി കാണിച്ചു. ഈ റേഷൻ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തി, അയാൾക്ക് കോവിഡ് പോസിറ്റീവ്, അയാൾ ക്വാറന്റൈനിൽ പോയി. അയാൾ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് നമ്മൾ പാർട്ടി ആലോചിച്ചു ഈ ഷാരുദിക്ക് ഇത് ഏറ്റെടുത്ത് നടത്താൻ പറ്റുമെന്ന്. ഉടനെ തന്നെ അവൾ അതിന് താല്പര്യം കാണിച്ചു. നമ്മുടെ അയൽവാസികളാണ്. ഇല്ല. ദിനേശ് ചേട്ടാ, ഷാരുദി നമ്മളെ സ്വന്തം ആളല്ലേ. ഷാരുദിക്ക് ഇവിടെ നല്ലൊരു ഇമേജ് ഉണ്ട്. കാരണം കോവിഡ് കാലത്തൊക്കെ ഇവിടെ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. 1-ാം വാർഡിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും വോട്ട് ചെയ്യണം. വോട്ട് ചോദിക്കാൻ വന്നതാണേ. ഇവിടുന്ന് അന്ന് ആദ്യകാല കമ്മ്യൂണിസ്റ്റുകാരിൽ ജയിലിൽ പോയ രണ്ടാൾക്കാരെ ഒന്ന് അവിടെ പറിച്ചിട്ട് ഒന്ന് കമ്മിളി വലായിരുന്നു. അച്ഛന്റെ ഫോട്ടോയാണ് അവിടെ ഉള്ളത്. ഇവിടെ അന്ന് പാർട്ടി നിരോധിച്ചൊരു കാലം. ഷാരു ജയിക്കും, അത് ഉറപ്പാ. ഇത്രയും വലിയ ക്രൈസിസ് നടക്കുമ്പോ നമ്മളെ കാര്യം കൂടി കുറച്ചുകൂടെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. കുറച്ചുകൂടെ പ്രിക്കോഷൻസ് എടുത്തിട്ട് സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങണം എന്നുള്ളതാണ്. അടുത്തതിന് അവിടെ താഴത്തെ വീട്ടിലേക്കൊക്കെ പോവാം. പ്രധാനപ്പെട്ട കാര്യം എന്താ? പ്രധാനമായിട്ട് ചില പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന കുറച്ച് അധികം പ്രശ്നമുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പം അതിനൊരു സ്ഥിരമായിട്ടുള്ളൊരു മാറ്റം നമുക്ക് വരുത്തണം. പിന്നെ കുടുംബശ്രീ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സ്ത്രീ മുന്നേറ്റത്തിന്, സാമ്പത്തികമായിട്ട് സ്ത്രീകളെ ഒരു സമത്വത്തിലെത്തിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തേണ്ടതായിട്ടുണ്ട്. നടക്കാൻ പോകുന്നത് ന്യൂജൻ തെരഞ്ഞെടുപ്പാണ്. പുതിയ കുട്ടികൾ പുതിയ കാലത്തേക്ക് ഇറങ്ങുകയാണ് ആത്മവിശ്വാസത്തോടെ. ജിതേഷിനൊപ്പം കെ മധു, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.